നമശിവായ. നമസ്കാരം. ഗീത ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. ന ഗുരുരധികം തത്വം ന ഗുരുരധികം തവ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ഇപ്പോൾ ജ്ഞാനകർമ്മ സന്യാസയോഗമെന്ന 4-ാം അധ്യായത്തിൻ്റെ 24-ാം ശ്ലോകം വരെയാണ് ശ്രദ്ധിച്ചത്. ഇവിടെ കുറച്ച് ശ്ലോകങ്ങളായി ഭഗവാൻ എങ്ങനെ കർമ്മം ചെയ്യണം, എങ്ങനെ കർമ്മം ചെയ്യാനുള്ള കുഴപ്പം, ഈ രീതിയിൽ കർമ്മം ചെയ്താൽ എന്താണ്, അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 24-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്, കർമ്മം ആസക്തി വെടിഞ്ഞ് ഇതം നമമ എന്ന യജ്ഞ ഭാവനയോടെ ചെയ്യേണ്ട വഴികളെക്കുറിച്ച് പറയുകയാണ് ഭഗവാൻ ഇവിടെ. അതിൽ തന്നെ യജ്ഞഭാവനയുടെ പരകാഷ്ഠയായ സർവമേധയജ്ഞത്തിൻ്റെ വിശദീകരണത്തിലേക്കാണ് ഭഗവാൻ കടക്കുന്നത്. ഇക്കാര്യം ഏറെ ഭംഗിയായി ചിത്രീകരിച്ച പ്രസ്താവന ശതപഥ ബ്രാഹ്മണത്തിലുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കാം. ബ്രഹ്മവൈ സ്വയംഭൂ തപോ തപൃത എന്ന് തുടങ്ങുന്ന ശ്ലോകങ്ങൾ, കുറച്ച് ശ്ലോകങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്നത്, സ്വയംഭൂവായ ബ്രഹ്മൻ തപസ്സു ചെയ്തു, തപത്തിൽ അനന്തത്വമില്ലെന്ന് അദ്ദേഹം കണ്ടു. അതിനാൽ ബ്രഹ്മം പറഞ്ഞു, ഞാൻ എന്നെ തന്നെ എല്ലാ ഭൂതങ്ങളിലും അതേപോലെ എല്ലാ ഭൂതങ്ങളെയും എൻ്റെ ആത്മാവിലും ഹവനം ചെയ്യും. തുടർന്ന് അദ്ദേഹം സ്വയം എല്ലാ ഭൂതങ്ങളിലും തൻ്റെ ആത്മാവിലെല്ലാ ഭൂതങ്ങളെയും ഹവനം ചെയ്തു. ഇങ്ങനെ ബ്രഹ്മത്തിന് ശ്രേഷ്ഠതയും സ്വരാജ്യവും ആധിപത്യവും ലഭിച്ചു. ഇതേപോലെ ഏതൊരു മനുഷ്യൻ തൻ്റെ സർവസ്വവുമാർന്ന യജ്ഞം എല്ലാ ഭൂതങ്ങൾക്കുമായി ചെയ്യുന്നുവോ അയാൾ ശ്രേഷ്ഠതയും സ്വരാജ്യവും ആധിപത്യവും നേടുന്നു എന്നാണ് ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്നത്. ഈ പ്രസ്താവനയെ നമുക്ക് രണ്ടായി തിരിക്കാം. ആദ്യ ഭാഗത്തെ പരബ്രഹ്മത്തിൻ്റെ സൃഷ്ടി യജ്ഞത്തെക്കുറിച്ചാണ് വർണ്ണിച്ചത്. അതാണ് ബ്രഹ്മയജ്ഞം. രണ്ടാം ഭാഗത്തിൽ അതിനെ അനുകരിച്ചുകൊണ്ട് അതിൻ്റെ തനിയാവർത്തനം എന്നോണം സർവമേധ യജ്ഞമാകുന്ന ബ്രഹ്മയജ്ഞം ചെയ്യേണ്ടതിനെക്കുറിച്ചും പറയുന്നു. ഇതുതന്നെയാണ് ഗീതാ ശ്ലോകത്തിലും ശ്രീകൃഷ്ണൻ വരച്ചു കാട്ടിയിരിക്കുന്നത്. ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഈശ്വരൻ്റെ സൃഷ്ടി യജ്ഞത്തെക്കുറിച്ച് പറയുകയും രണ്ടാം ഭാഗത്ത് അതിനെ അനുകരിച്ച് ബ്രഹ്മാഗ്നിയിൽ സർവവും അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന ഉപാസകൻ ബ്രഹ്മജ്ഞാനിയായി മാറി പരബ്രഹ്മം പൂകുമെന്നും ബ്രഹ്മപദം പൂകുമെന്നും പറയുന്നു. ഇവിടെ താൻ ചെയ്യുന്നുവെന്ന ഭാവം പൂർണ്ണമായി ഇല്ലാതാകുന്നതിനെയാണ് സമാധി എന്ന് പറഞ്ഞിരിക്കുന്നത്. സമാധി എന്ന പദത്തിനെ യോഗ ഭാഷ്യ വേളയിൽ വ്യാസമഹർഷി വിശദീകരിക്കുന്നതും സമാനമായ അർത്ഥത്തിൽ തന്നെയാണ്. ശ്ലോകത്തിൽ ബ്രഹ്മഹവിസിനെ കുറിച്ചും ബ്രഹ്മാഗ്നിയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. അഗ്നിയും ഹവിസും എങ്ങനെ ബ്രഹ്മമാകും? ഇതിനുള്ള വിശദീകരണം നേരത്തെ എടുത്തു ധരിച്ച ശതപഥ ബ്രാഹ്മണത്തിലെ പ്രസ്താവനയിൽ നിന്നും വായിച്ചെടുക്കാവുന്നതാണ് നമുക്ക്. ഈശ്വരൻ്റെ സർവ്വവ്യാപകത്വത്തെയും, അതായത് വിഭുത്വം, ആധിപത്യത്തെയും, അതായത് പ്രഭുത്വം കാണിക്കാനായി യഥാക്രമം ബ്രഹ്മം സ്വയം സർവഭൂതങ്ങളെ തന്നിലും ആഹൂതി ചെയ്തതായി അവിടെ പറഞ്ഞു. അങ്ങനെ ആദ്യം ബ്രഹ്മം ഹവിസ്സാണെങ്കിൽ രണ്ടാമത് ബ്രഹ്മം അഗ്നിയായി. അതായത് ബ്രഹ്മം അഗ്നിയാകുമ്പോൾ അതിലേക്ക് ബ്രഹ്മത്തെ തന്നെ ഹവിസ്സായി ആഹൂതി ചെയ്യാൻ കഴിയില്ല. ഹവിസും അഗ്നിയും ഒന്നാകുന്നു, എന്നാൽ യജ്ഞതത്വങ്ങൾക്ക് തന്നെ വിരുദ്ധമാകുന്നു. അന്നവും അന്നാദ്യവും ഒന്നായാൽ യജ്ഞം നടക്കുകയില്ല. ബ്രഹ്മണാഹുതം എന്ന് പറഞ്ഞതിൽ നിന്നും യജ്ഞം നടന്നു എന്നും മനസ്സിലാക്കാം. അതിനാൽ അഗ്നിയും ഹവിസും ഒരേ സമയം ബ്രഹ്മമാകില്ല. അതുകൊണ്ട് തന്നെ ശ്ലോകത്തിൽ പറയും പ്രകാരം ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ബ്രഹ്മത്താൽ ആഹൂതി ചെയ്യപ്പെട്ട ബ്രഹ്മഹവിസ് യഥാർത്ഥത്തിൽ ബ്രഹ്മമാകുന്ന ഹവിസ് അല്ല, മറിച്ച് ബ്രഹ്മത്തിന് അന്തർഹിതമായ പ്രകൃതിയാകുന്ന ഹവിസാണെന്ന് നാം മനസ്സിലാക്കണം. ഈ പറഞ്ഞതിന് വേദത്തിൽ നിന്ന് തന്നെ പ്രമാണം ഉദ്ധരിക്കാം. വ്യാസമഹർഷി തൻ്റെ ഈ ഗീതാശ്ലോകത്തിൻ്റെ ഘടനയ്ക്കായി ഏതൊരു
വേദമന്ത്രത്തെ അവലംബിച്ചുവോ ആ വേദമന്ത്രമാണ് ചുവടെ നാം ഇനി കാണാൻ പോകുന്നത്. അത് നമുക്ക് അഥർവവേദത്തിൽ ഉള്ളതാണ്. അത് നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. വളരെ വിശദമായി നമുക്ക് ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞത് മനസ്സിലായി കാണുന്നു എന്ന് വിശ്വസിക്കുന്നു. ഗുരുപാതാര ബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ മിത്രങ്ങൾക്കും ശുഭസുദിനം.